ഹലോ. ഹലോ. എന്തുവാ? എന്താ? അല്ല, വിളിച്ചിട്ടൊക്കെ കട്ടാക്കണം. കുറച്ച് ബിസി ആയിപ്പോയി. ഈ തോന്നുമ്പോൾ വിളിക്കുക, തോന്നുമ്പോൾ കട്ടാക്കല്ലേ? അല്ല മോളെ, അവിടെ വേറെ പണിയൊന്നുമില്ല എനക്ക്? വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ? എൻ്റെ മണ്ടമേല അത് അല്ലേ? എന്നാ പറ്റിയേ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കൊരു കുത്തു വരാന്ന് വെച്ചില്ലേ? എന്താ അവിടെ? ഇവിടെ എന്താ? അല്ല, കുറച്ച് മുന്നേ വിളിക്കുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. എന്തായിരുന്നു? പിന്നെ വീടായാലും ബഹളമൊക്കെ ഉണ്ടാവില്ലേ? അല്ല, ഈയായിട്ട് എന്താ ബഹളമെന്നാ ചോദിച്ചത്. ഞാനായിട്ട് ഒരു പ്രശ്നത്തിനുമില്ല. അല്ല, ഫോൺ വെച്ചിട്ട് ഓടിപ്പോയിട്ട് അവിടെ നിന്ന് ഭയങ്കര സംസാരമായിരുന്നല്ലോ. എന്നാ ഒച്ചയാണെന്നറിയോ? ആണോ? പിന്നെ അത് സാരമൊന്നുമില്ല. അത് സാരമുണ്ട്. ആന്നേ, എനിക്ക് കുറച്ച് ശബ്ദമുള്ളൂ. കുറച്ച് ശബ്ദമേ ഉള്ളൂ. ഞാൻ കേട്ടിരിക്കുന്ന ഫോണിൽ കൂടി നല്ലോണം വലിച്ചു നീട്ടി പറയണേ. എന്തിനാ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണേ ഇരുന്നിട്ട്? അത് വിദേശം വന്നിട്ടാ ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞിട്ടവരാ. ആയിക്കോട്ടെ, അപ്പോൾ അത് പതുക്കെ പറഞ്ഞാൽ പോരെ. ഇങ്ങനെ ഒച്ചയെടുത്ത് പറയുമ്പോൾ അതെല്ലാം ശരിയാവോ? അതെ, മെല്ലനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ തൊള്ള ഇങ്ങനെ തുറന്നു പിടിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ? ആണേ. പക്ഷെ എനിക്ക് മനസ്സിലാവില്ല അത്. അതെന്താ? എനിക്കത് ഇഷ്ടമല്ല. അതിന് ഞാൻ ഇപ്പം എന്ത് ചെയ്യണം? എൻ്റെ പൊന്നു മോളെ, ഈ ഒന്നും ചെയ്യണ്ട. ഇപ്പം എങ്ങനെയാണോ നിൽക്കുന്നത് അതേ കണക്കങ്ങ് നിന്നാൽ മതി കേട്ടോ. ഞാൻ ഫോണിൽ കൂടി അത് കേട്ടെന്ന് മനസ്സിലായില്ലേ? അത് കേട്ടെന്ന് മനസ്സിലായി. ഞാൻ കോൾ ഉണ്ടായിരുന്നെന്ന് അറിയില്ലായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞതാ. അതായിരിക്കും ഇത്രയും അങ്ങോട്ട് വെച്ച് കയറി പിടിച്ചത്. വല്ലാണ്ടൊന്നും വെച്ചുണ്ടാക്കിയില്ല. ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഞാൻ അപ്പോഴേ ആലോചിച്ചേ, ഇത്ര ശബ്ദമൊക്കെ ഉണ്ടായിരുന്നോ? അത് നിങ്ങൾക്കും ഉണ്ടാവും. ഈ എന്നുവരെ കേട്ടിരിക്കുന്നോ ഞാൻ ഇത്രയും ഒച്ചപ്പാടിൽ സംസാരിക്കണത്? അത് എനിക്ക് ഭയങ്കര ദേഷ്യമായാലും ഞാൻ ചെയ്യണതാ. എൻ്റെ അടുത്ത് കാണിക്കില്ലേ മോളെ? നിങ്ങൾ എൻ്റെ പഞ്ചാര കുട്ടനല്ലേ? എൻ്റെ അടുത്ത് കാണിച്ചാലേ എനിക്ക് സങ്കടം വരും. അത് ചുമ്മാ പറഞ്ഞേ, എനിക്ക് ദേഷ്യം വരുള്ളൂ. അതെനിക്കറിയാം. അറിയാമല്ലോ. എന്നിട്ട് എല്ലാ പ്രശ്നവും തീർന്ന? അതപ്പം തന്നെ സോൾവ് ആയല്ലോ. എൻ്റെ കുരുത്തക്കേട് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വരണത്? അല്ലല്ല, ആന്നാന്നോ? എപ്പോഴെന്നെ കുറ്റം പിടിപ്പിക്കും? കുറ്റപ്പെടുത്തിക്കുന്നല്ല, കുറ്റപ്പെടുത്തും. എന്തായാലും ആയിക്കോട്ടെ, എനിക്ക് മനസ്സിലായില്ല എന്താ കഥ. കഥ എനിക്കറിയാം, എൻ്റെ കഥയല്ലേ. അത് കുറേ വായിച്ചത് ഞാൻ. പിന്നെ എന്തായാലും എന്താ മനസ്സിലായില്ല കഥയില്? ഒരു കഥയും എനിക്കില്ല എന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലാക്കുന്നേ. ആണോ? പിന്നെന്തിനാ അതിന് കഥ എന്ന് പറയണേ? ഇയല്ലേ പറഞ്ഞ ഒരു കഥ ഉണ്ടായിരുന്നു എന്നല്ലേ? എന്താണോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, വെച്ചിട്ട് പോ. ദേഷ്യപ്പെടല്ലേ, ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ പൊന്നല്ലേ. എന്തേ അത് പറഞ്ഞപ്പോ ഒരു ബലം? ഒരു ബലമില്ലേ, ഇതെപ്പോഴും കേൾക്കണതാ. പറച്ചില് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടത്? അത് കാണിക്കണം. കാണിക്കണ്ടല്ലോ, അത് ആവശ്യത്തിന് അധികമായിട്ട്. പിന്നെ അത് നമ്മൾ അങ്ങനെ പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പാടും. അങ്ങനെ പാടുന്നെങ്കിൽ ഈ പാടിക്കോടിയിരുന്നിട്ട് പിണങ്ങില്ലേ? ഞാൻ പിണങ്ങിയിട്ടില്ലേ. നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്ക് അവിടുത്തെ വെള്ളം കെട്ടപ്പോയി മനസ്സിലായി, ഈ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴെന്റെ പരിപാടി കിട്ടും. ശരിങ്ങ വെച്ചോ. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞത്. അവിടെ എന്തോ പ്രശ്നം ഉണ്ടായി എന്നാ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ അതിന്റെ പേരായി പോയത്. ഞങ്ങളെ വല്ലാണ്ട് ഉദ്ദേശിക്കണ്ട. സോറി. നിനക്ക് ക്ഷമിച്ചിരിക്കണം. പിന്നെ
ഈ ആരാന്ന വിചാരം? ഞാനാരോ ആരെ? റേറ്റോളൂ. അത് ഓർമ്മയുണ്ടല്ലോ. അത് മതി. ഉം. ഉം.